വിഷുവായിട്ടും ശമ്പളം പൂർണ്ണമായി നൽകാത്തതിൽ പ്രതിഷേധിച്ച KSRTC ജീവനക്കാർ പാലക്കാട് ഡിപ്പോയിൽ പ്രതിഷേധ കണിയൊരുക്കിയായിരുന്നു. പ്രതിഷേധം KST എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ മാസത്തെ പകുതി ശമ്പളം മാത്രമേ ജീവനക്കാർക്ക് ലഭിച്ചിട്ടുള്ളൂ. വിഷുവായിട്ടും ശമ്പളം ലഭിക്കാതായതോടുകൂടി പാലക്കാട് KSRTC ജീവനക്കാർ പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധ കണിയൊരുക്കുകയാണ്. ഈ KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധ കണിയൊരുക്കി ഇവർ പ്രതിഷേധിക്കുന്നത്. ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല, പലപ്പോഴും ഗഡുക്കളായി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പെൻഷൻ മുടക്കമാണെങ്കിൽ തുടർക്കഥയായിരിക്കുന്നു. വിരമിച്ച ആളുകളൊക്കെ തെരുവിലാണ്. പണിക്കുറവില്ല എന്ന പണിക്കൂലിയുമില്ല എന്നുള്ളതാണ്. ദിവസവും ജീവനക്കാർ മരിച്ചു വീഴുന്ന ഒരു സ്ഥിതിയാണ്. ഏതായാലും 6000 ബസ്സുകൾ 3000 ബസ്സുകളാക്കി ചുരുക്കുന്ന ഒരു ഉൾപ്പെടെ സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ മുൻപൊന്നുമില്ലാത്ത വിധം തങ്ങളെ വലിയ ദുരിതത്തിലേക്ക് പിണറായി സർക്കാർ കടത്തിവിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും ഈ KSRTC ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്താണ് ജീവനക്കാർ പ്രതിഷേധിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത്? നമ്മുടെ KSRTCയിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശമ്പളം മര്യാദയ്ക്ക് കിട്ടുന്നില്ല. കൃത്യമായ ശമ്പളം പണിയെടുത്തവന് കിട്ടാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം നാളെ വിഷുവാണ്. ഈ 14-ാം തീയതി വിഷുവായിട്ടും KSRTC ജീവനക്കാരന് പൂർണ്ണമായിട്ട് ശമ്പളം നൽകാൻ വേണ്ടിയിട്ട് തൊഴിലാളി പക്ഷ സർക്കാർ എന്ന് മേനി നടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഈ വഞ്ചനാപരമായ തൊഴിലാളി ദ്രോഹ നടപടികൾ തിരുത്തി KSRTC ജീവനക്കാരന് അധിക ശമ്പളമൊന്നുമല്ല നമ്മൾ ചോദിക്കുന്നത്, ബോണസല്ല, അതുപോലെ തന്നെ വേറെ അഡ്വാൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞങ്ങൾ പണിയെടുത്ത ശമ്പളം വിഷുവിനെങ്കിലും പൂർണ്ണമായിട്ട് തരാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറാവണം. തുടർന്നുള്ള മാസങ്ങളിലും ഈ ശമ്പള പ്രതിസന്ധിക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധ കണി. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ ഒരു ശരിക്കുള്ള കണി ഒരുക്കാൻ സാധിക്കുമോ എന്നറിയില്ല. കാരണം പൂർണ്ണമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. ഒരു വിഷു കൈനീട്ടം കൊടുക്കാനോ വീട്ടിലുള്ള മക്കൾക്ക് ഒരു നല്ല വിഷുക്കണി ഒരുക്കാനോ വിഷു കൈനീട്ടം കൊടുക്കാനോ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല KSRTC ജീവനക്കാർ. അത് പൊതുസമൂഹവും ഈ കേരളം ഭരിക്കുന്ന സർക്കാരും അറിയണം. കാരണം ഞങ്ങളും മലയാളികളാണ്. മലയാളികളുടെ ഉത്സവമാണ് വിഷു. ഈ മലയാളികളുടെ ഉത്സവത്തിന് അവരോടൊപ്പം ആഘോഷിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് KSRTC ജീവനക്കാരനെ തള്ളിവിടുന്ന ഈ തൊഴിലാളി വഞ്ചക സമീപനം ഇടതുപക്ഷ സർക്കാർ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഓണത്തിനും സമാന രീതിയിൽ ദുരിതം ഉണ്ടായിരുന്നു. ഓണക്കാലത്തും ഇപ്പോൾ വിഷുവായി. ഇതിങ്ങനെ എല്ലാ കാലത്തും തുടരുന്നു. നിങ്ങളുടെ ഈ പ്രതിഷേധങ്ങൾ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന സാഹചര്യമാണ്. അതെ, അത്തരത്തിൽ തന്നെയാണ് കേരളത്തിലെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളോടും സർക്കാർ സ്വീകരിക്കുന്ന സമീപനം തന്നെയാണ് KSRTCയോടും സ്വീകരിക്കുന്നത്. കാരണം ഇവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളെയൊക്കെ വെറും ഒരു അധികാരത്തിൻ്റെ മുഷ്കുപയോഗിച്ച് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവരുടെ രീതിയിൽ ഒരു തോന്നിയവാസ ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിൽ KSRTC ജീവനക്കാർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ഇവരുടെ ഭരണം തുടങ്ങിയ അന്ന് മുതൽ KSRTC ജീവനക്കാരന് ശമ്പളം മര്യാദയ്ക്ക് കിട്ടാത്തതാണ്. അപ്പോൾ അത് നിരന്തരമായ പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഞങ്ങളുടെ സഹന സമരങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ ഞങ്ങളുടെ ദൗർബല്യമായി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ഞങ്ങളുടെ ദൗർബല്യമായിട്ട് കാണരുത്, മറിച്ച് ഇത് അധ്വാനത്തോടുള്ള ഒരു ആരാധന പുലർത്തുന്ന ഒരു സംഘടനയായതുകൊണ്ട് മാത്രമാണ് KST എംപ്ലോയീസ് സംഘം ഇത്തരത്തിൽ ഒരു സമീപനം മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ യാത്രക്കാരാണ് വലുത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. അത് സർക്കാർ ഞങ്ങളുടെ ഒരു ദൗർബല്യമായി കരുതരുതെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ ജീവനക്കാർ അവർക്ക് ഈ ഒരു വിഷുക്കാലമായിട്ടും വിഷു ഒന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് ഉൾപ്പെടെ അവരുടെ മക്കൾക്ക് ഉൾപ്പെടെ ഒന്ന് കൈനീട്ടം കൊടുക്കാൻ പോലും ശമ്പളം ലഭിക്കാത്തത് കൊണ്ട് കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതും അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങുന്നതൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതിനൊപ്പമാണ് ഈ KSRTC ജീവനക്കാരുടെ ശമ്പളം ഇങ്ങനെ എപ്പോഴും മുടങ്ങുന്ന ഒരു സ്ഥിതി. ഈ ഒരു ഉത്സവകാലത്തും ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിൽ നിവർത്തികേട് കൊണ്ടാണ് തങ്ങൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ് ഈ ജീവനക്കാർ പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.